എടുക്കാന്ന് വിചാരിച്ചു. മമ്മി പറഞ്ഞതുപോലെ അവളുടെ സാധനങ്ങളെല്ലാം സൂര്യയുടെ മുറിയിൽ നിന്ന് തൂത്ത് വാരിക്കൊണ്ടേ അവളുടെ കൈ കൊടുത്തു. ഒരാവശ്യമില്ലാത്ത പണി. അല്ല, ബോധം വന്നുടനെ അളിയും വിളിക്കുന്ന പേര് നന്ദിനി എന്നല്ലേ? എന്നിട്ട് നമ്മൾ ചിന്തിക്കുന്നതോ നന്ദിനി വെച്ച ദൈവത്തിന്റെ ഫോട്ടോയും നന്ദിനി വെച്ച സ്ലൈഡും അവിടെ കിടന്ന അളിയനിനി അത് വെച്ച് നന്ദിനി ഓർക്കുമെന്ന്. കഷ്ടം. അയ്യോ, ഇതിലും വലിയ മണ്ടത്തരം ഭൂലോകത്ത് വേറെ ഉണ്ടാവൂല. എന്തൊരു വാശി അവന്, നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും. അതാണ് മനസ്സറിഞ്ഞ് സ്നേഹിച്ചുള്ള കുഴപ്പം. ഇനിയിപ്പോ ഞാനാണ് അവസ്ഥയിൽ കിടന്നിരുന്നെങ്കിൽ താൻ എപ്പ പെട്ടിയെടുത്തോണ്ട് പോയെന്ന് ചോദിച്ചാ മതി. അതാണോ ഇപ്പൊ ഇവിടെ കാര്യം? അല്ല, പറയുമ്പോ എല്ലാം പറയണമല്ലോ. ഡാഡി മടങ്ങി വരാൻ ഒരാഴ്ച ഇനിയുള്ളൂ. ആ ഒരാഴ്ചക്കുള്ളില് സൂര്യയുടെ മനസ്സിൽ നിന്നും അവളെ പടിയിറക്കണം. നന്ദിനി ഇവിടുന്ന് ഇറങ്ങി പോവാൻ വേണം. നിസ്സാര ടാർഗറ്റൊന്നും അല്ല. ഇന്ദ്രജെ, ഈ അളിയന്റെ കാര്യത്തിലായതുകൊണ്ട് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. അല്ല, നമ്മൾ അളിയനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു? എന്നിട്ട് എന്തെങ്കിലും ഫലിച്ചിട്ടുണ്ടോ? ഇപ്പൊ തന്നെ അളിയന് 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റിയ അവിടെ തീർന്നു ഈ പ്രശ്നങ്ങളെല്ലാം. പിന്നെ അളിയൻ നേരെ താഴോട്ട് വരും, നന്ദിനിയെ വിളിക്കും, എന്നിട്ട് അവളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നമ്മളെ വെല്ലുവിളിക്കും. പൊന്നു വിജയ്, ഇങ്ങനെ കോൺഫിഡൻസ് ഇല്ലാതെ സംസാരിക്കാതെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൾ ഇവിടെ നിൽക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആപത്ത് നമുക്ക്. അതെങ്ങനെ? നോക്ക്, സൂര്യയുടെ ജീവിതത്തിൽ നിന്ന് നന്ദിനി ഇറങ്ങിപ്പോയാ പിന്നെ ഒരിക്കലും അവൻ വിവാഹം കഴിക്കില്ല. അവനൊരു കുടുംബം ഉണ്ടാവില്ല. അങ്ങനെ കുടുംബം ഇല്ലാത്തൊരുത്തൻ ഇവിടുത്തെ സ്വത്ത് ചോദിക്കോ? അവൻ എന്തിനാ ചോദിക്കുന്നെ? ഇതിനിടയിൽ അങ്ങനെ ഒരു സംഗതി ഉണ്ടോ? ആ, പിന്നെ ഒന്നും കാണാതെയാണോ അവൻ കുടിക്കുന്നെങ്കിൽ കുടിക്കട്ടെ, ബോധമില്ലാതെ നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന് ഞാൻ കരുതുന്നു. ഇനി നമ്മള് പറഞ്ഞയച്ചതിന്റെ പേരില് ഇവിടുന്ന് ഇറങ്ങി പോവാൻ സൂര്യക്ക് തോന്നിയ അവൻ പൊയ്ക്കോട്ടെ. അവൻ എവിടെ വേണമെങ്കിലും അലഞ്ഞോട്ടെ. അപ്പോഴും ലാഭം നമുക്കല്ലേ? എന്താ ഇന്ദ്രജെ, ഈ ലെവലിലുള്ള ബുദ്ധിരാക്ഷസിയെ ഞാൻ ആദ്യമായിട്ട് കാണുക. സത്യമായിട്ടും ആന്റിക്ക് പകരം താനാണ് ചുമതല ഏറ്റെടുക്കുന്നതെങ്കിൽ നമ്മുടെ കമ്പനി ഇന്ത്യയിലെ നമ്പർ 1 കമ്പനി ആയേനെ. കളിയാക്കല്ലേ? അയ്യോ, കളിയാക്കിയതല്ല. ഇത്രയും കുരുട്ടുബുദ്ധിയൊന്നും വെറുതെ ഒരാൾക്ക് കിട്ടില്ല. അതെ, ദൈവം അറിഞ്ഞു തന്നതാ ബുദ്ധിരാക്ഷസ്. പിന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. നന്ദിനി പോവുകയാണെങ്കിൽ പൊക്കോട്ടെ എന്നും കരുതാം. അതിന്റെ വിഷമത്തിൽ സൂര്യ ഇറങ്ങി പൊക്കോട്ടെ എന്നും കരുതാം. പക്ഷേ അത് കഴിയുമ്പോ ഞാൻ ഇറങ്ങി പൊക്കോട്ടെ എന്ന് താൻ കരുതരുത്. ഞാൻ അതിനെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാ ആലോചിക്കണമെങ്കിൽ അതും ആലോചിക്കുമെന്നല്ലേ? വിജയ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കാതെ സൂര്യയുടെ മുറിക്ക് മുന്നിൽ പോയി കാവല് കിടക്കാൻ നോക്കും. ഇനിയിപ്പോ കാവല് കിടക്കേണ്ട കാര്യമുണ്ടോ? ഇന്ദ്രജെ, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇവിടെ കിടക്കാം. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോയി നോക്കിയാ പോരെ? വേണമെങ്കിൽ നമുക്ക് അലാറം വെക്കാം. വേണ്ട, മര്യാദക്ക് ചെന്ന് കിടക്കുന്നുണ്ടോ? കണ്ടോ കണ്ടോ, കൂട്ടുനിന്നതിന് കിട്ടിയ കൂലി കണ്ടോ? ഞാൻ പൊക്കോളാം. ആ, എന്റെ യൗവനം കാവൽക്കാരനായി പാഴായി പോകുന്നെങ്കിൽ പൊക്കോട്ടെ, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അതിന് കിട്ടിയ റിയാക്ഷനും കൊള്ളാം. എന്റെ വിധി നോക്കൽ ഭർത്താവ്.